കാതോട് കാതോട് ഒരു സീരിയൽ ഹീറോ ആയിട്ടാണ് ആ സീരിയൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചേട്ടനാണ് ഹീറോ. ഒറ്റയടിക്ക് ചേട്ടൻ മരിച്ച് ആ സീരിയലിലാണ്. ഒറ്റയടിക്ക് മരിച്ചില്ല, 50ാമത്തെ എപ്പിസോഡിലാണ് മരിച്ചത്. അതെ, പ്രേക്ഷകർ ആദ്യമൊക്കെ അക്സെപ്റ്റ് ചെയ്യില്ല, ചേട്ടൻ്റെ പേരിലാണ് റീച്ച് അങ്ങനെ സ്റ്റോറി ആദ്യമേ ഉണ്ടായിരുന്നു. അല്ല, ബേസിക്കലി ഞാൻ ഏഷ്യാനെറ്റിൽ അതിനു മുന്നേ ദയ എന്ന് പറഞ്ഞൊരു സീരിയൽ ഒരെണ്ണം ചെയ്തിരുന്നു. അപ്പോൾ അതിനും ഞാൻ എപ്പോഴും വെറൈറ്റി നോക്കി ചെയ്യാനായിട്ട് ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് അതിൽ വില്ലനായിട്ട് ചെയ്തു. അപ്പോൾ ദയയിൽ വില്ലൻ കഥാപാത്രം ശരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും അതിനെ തുടർന്ന് എനിക്ക് കുറേ നെഗറ്റീവ് ഷെയ്ഡ്സാണ് വന്നത്. പക്ഷെ ഞാനതൊന്നും ചെയ്തില്ല. കാതോട് കാതോരം 50 എപ്പിസോഡേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ഈ ക്യാരക്ടർ മരിക്കും. അതങ്ങനെയാണ് സ്റ്റോറി. അത് ഹിന്ദിയിലൊക്കെ ഉള്ള റീമേക്കാണ് ഇത്. അപ്പോൾ സബ്ജക്റ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആ 50 എപ്പിസോഡിൽ ആ ഒരു ക്യാരക്ടറിന് നല്ല പ്രേക്ഷകരുടെ ഇടയിൽ ഒരു നല്ലൊരു സ്ഥാനം ഉണ്ടാവും എന്നുള്ള ആക്ച്വലി ആ സ്റ്റോറി പറയുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതങ്ങ് സെലക്ട് ചെയ്തത്, അത് ചൂസ് ചെയ്തു. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂര്യ ടി വിയിൽ കോൺസ്റ്റബിൾ മഞ്ജു എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ്. അതിൻ്റെ നേരെ തിരിച്ച് ഇപ്പോൾ ഈ ജിമ്മിൻ്റെ പേരാണ് ആൽഫ മെയിലാണ് ശരിക്കും. അതിനകത്ത് ഒരു പവർഫുൾ ക്യാരക്ടറാണ് ഇപ്പം ഞാൻ കോൺസ്റ്റബിൾ മഞ്ജു ഇത് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ക്യാരക്ടർ. അതെ 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 അതതിൻ്റെ ആ സ്ക്രിപ്റ്റിങ്ങും ആ സമയത്ത് അതിൻ്റെ ആ ഒരു സ്റ്റോറി ലൈൻ വളരെ നല്ലായിരുന്നു. മേക്കിംഗ് നല്ലായിരുന്നു. പ്രവീൺ കടക്കാവൂർ സാറായിരുന്നു. ശരിക്കും ഞാനത് നല്ല ഇൻവോൾവ് ചെയ്ത ഒരു സീക്വൻസുകളാണ്. അതിനകത്ത് ഒരു ഫാമിലി ആയിട്ട് ഞാൻ, അർജുൻ, അനിയത്തി, താര ചേച്ചിയാണ് അമ്മയായിട്ട്. ഞങ്ങൾക്ക് ശരിക്കും ഒരു ഫാമിലി ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ സീൻസ് ചെയ്തപ്പോൾ ഞാൻ ശരിക്കും ഒരു ഭയങ്കര ബോണ്ടിങ്ങിൽ ചെയ്ത ഒരു സീക്വൻസ് ആയിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പം. പിന്നെ അത് കഴിഞ്ഞു, ആ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ റൈറ്റ് നൗ ആ ഒരു ആദി എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. അത് കഴിഞ്ഞു. ഇപ്പോൾ ഗിരിയാണ് മനസ്സിലും ഇങ്ങനെ. ഇപ്പം അതാണ്, ഗിരിയാണ് നമ്മുടെ മനസ്സിൽ.